നമസ്കാരം. ലീഗൽ തോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേരള ഫിനാൻസ് ആക്ട് 2024 വന്ന ഭേദഗതി പ്രകാരം കുടുംബ കോടതികളിൽ ഫയൽ ചെയ്യുന്ന കേസുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഫീസ് ഘടനയെക്കുറിച്ച് പരിശോധിക്കാം. ഞാൻ മുൻപ് ഇതേ വിഷയത്തിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് സെക്ഷൻ 138 പ്രകാരമുള്ള കേസുകളിൽ ഫയൽ ചെയ്യേണ്ട അന്യായത്തോടൊപ്പം കൊടുക്കുന്ന ഫീസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് 138 കേസുകളിൽ പരിശോധിക്കാവുന്നതാണ്. കേരള ഫിനാൻസ് ആക്ടിൻ്റെ അമെൻമെൻറ്റ് 28/7/2024 വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം കുടുംബ കോടതിയിൽ ഫയൽ ചെയ്യുന്ന സിവിൽ കേസുകളിൽ ഒരു ക്ലെയിം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് അന്യായത്തിലൂടെയോ അതല്ല കൗണ്ടർ ക്ലെയിമിലൂടെയോ ഒരു ക്ലെയിം ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ക്ലെയിമിന് ഹർജി കക്ഷി ഒരു നിശ്ചിത കോർട്ട് ഫീസ് കൊടുക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. നമുക്കറിയാം, കുടുംബ കോടതിയിൽ 2 തരത്തിലുള്ള കേസുകളാണ് വരുന്നത്. ക്രിമിനൽ നടപടി നിയമപ്രകാരം സെക്ഷൻ 125 അനുസരിച്ച് ചെലവിന് കിട്ടുന്നതിന് കൊടുക്കുന്ന കേസുകൾ, അത് ക്രിമിനൽ നടപടി നിയമപ്രകാരമാണ് പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ സിവിൽ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന OP ഉണ്ട്. ആ OP കേസുകളിൽ പലതരത്തിലുള്ള OP കേസുകൾ ഫയൽ ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി ഞാൻ കുടുംബ കോടതിയുടെ അധികാരപരിധിയെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വിശദമായി കേൾക്കാവുന്നതാണ്. അപ്പോൾ ഈ OP കേസുകളിൽ നമ്മൾ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ക്ലെയിം ചെയ്തുകൊണ്ട് ഫയൽ ചെയ്യുന്ന കേസുകളിൽ മുൻപ് ആർട്ടിക്കിൾ 11 ഷെഡ്യൂൾ 2 കേരള കോർട്ട് ഫീസ് ആൻഡ് സ്യൂട്ട് വാല്യുവേഷൻ ആക്ടിലെ ഷെഡ്യൂൾ 2 ആർട്ടിക്കിൾ 11 പ്രകാരം ഒരു നിശ്ചിത കോർട്ട് ഫീസായ 50 രൂപയാണ് ഒടുക്കി വന്നിരുന്നത്. എന്നാൽ ഈ ഫൈനാൻസ് ആക്ടിൽ വന്ന ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 20A ആൻഡ് B പ്രകാരം ഒരു ഫീസ് ഘടന അതിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഫീസ് ഘടന എങ്ങനെയാണെന്ന് പരിശോധിക്കാം. അതായത്, ഒരു ക്ലെയിം എമൗണ്ട് വാല്യൂ ചെയ്യുന്നത് 5 ലക്ഷം രൂപ വരെയാണെങ്കിൽ അതിന് 200 രൂപയും, 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 20 ലക്ഷം രൂപ വരെയാണെങ്കിൽ 500 രൂപയും, 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 50 ലക്ഷം രൂപ വരെയാണെങ്കിൽ 1000 രൂപയും, 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 1 കോടി രൂപ വരെയാണെങ്കിൽ 2000 രൂപയും, 1 കോടി രൂപയ്ക്ക് മുകളിൽ വരുന്ന കേസുകളിൽ 5000 രൂപയുമാണ് കോർട്ട് ഫീസ് നിജപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അപ്പീലിൽ വരുമ്പോൾ ഇതിൻ്റെ പകുതിയാകുന്നു. അതായത് അപ്പീൽ കോടതികളിൽ പോവുകയാണെങ്കിൽ, അപ്പീൽ കോടതി ഹൈക്കോടതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അപ്പീൽ കോടതിയിൽ പോവുകയാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ 100 രൂപയും, 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 20 ലക്ഷം രൂപ വരെ 250 രൂപയും, 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 50 ലക്ഷം രൂപ വരെ 500 രൂപയും, 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 1 കോടി രൂപ വരെ 1000 രൂപയും, 1 കോടി രൂപയ്ക്ക് മുകളിൽ 2500 രൂപയുമാണ് അപ്പീൽ കോടതിയായ ഹൈക്കോടതിയിൽ നിജപ്പെടുത്തിയിരിക്കുന്ന ഫീസ്. ഇത് ഷെഡ്യൂൾ 2 ആർട്ടിക്കിൾ 20A ആൻഡ് B ഇൻക്ലൂഡ് ചെയ്തതിലൂടെ വന്നിരിക്കുന്ന ഒരു ഭേദഗതിയാണ്. ഇതിൽ ഒരു വ്യത്യാസമുള്ളത്, നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചുള്ളൊരു ക്ലെയിമാണ് ഉന്നയിക്കുന്നതെങ്കിൽ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിലുള്ള കെട്ടിടത്തിൻ്റെ വില ഇതിൽ നിന്നും ഒഴിവാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫീസ് ഘടനയെക്കുറിച്ചുള്ള ഫാമിലി കോടതി കേസുകളിൽ ഫയൽ ചെയ്യുന്ന OP കേസുകളിൽ വന്നിട്ടുള്ള വ്യത്യാസം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടി ഇത് ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. നന്ദി, നമസ്കാരം.